സ്പാനിഷ് കരുത്തരായ വിയ്യാറയലിന്റെ തട്ടകത്തിൽ ആധികാരിക ജയവുമായി റയൽ മാഡ്രിഡ് ലാലിഗയുടെ സിംഹാസനം പിടിച്ചെടുത്തു. എതിരില്ലാത്ത 2 ഗോളുകൾക്ക് യെല്ലോ സബ് മറൈനുകളെ തകർത്തുവിട്ട റയൽ ബാഴ്സലോണയെ 2 പോയിന്റുകൾക്ക് പിന്നിലാക്കിയാണ് 1ാം സ്ഥാനം തിരിച്ചുപിടിച്ചത്. കോപ്പ ഡെൽ റേയിലെ അപ്രതീക്ഷിത വീഴ്ചയ്ക്ക് ശേഷം പുതിയ പരിശീലകൻ ആൽവാരോ ആൽബലോവയ്ക്ക് കീഴിൽ റയൽ നടത്തുന്ന വമ്പൻ തിരിച്ചുവരവിന്റെ വിളംബരമായിരുന്നു റയലിന്റെ ഈ ജയം. 2ാം പകുതിയിൽ റയലിന്റെ ആക്രമണ ഫുട്ബോളിന് മുന്നിൽ വിയ്യാറയൽ പ്രതിരോധം കളിമണ്ണായി മാറി. മത്സരത്തിന്റെ വിധി നിശ്ചയിച്ചത് ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബാപ്പെ തന്നെയായിരുന്നു. 2ാം പകുതിയുടെ തുടക്കത്തിൽ വിനീഷ്യസ് ജൂനിയർ തൊടുത്തുവിട്ട പീരങ്കി ഉണ്ട പോലെയുള്ള ക്രോസ് തടയാനുള്ള വിയ്യാറയൽ പ്രതിരോധത്തിന്റെ ശ്രമം പരാജയപ്പെട്ടപ്പോൾ കിട്ടിയ അവസരം എംബാപ്പെ സുന്ദരമായി വലയിലെത്തിച്ചു. ഈ സീസണിലെ താരത്തിന്റെ 20ാമത്തെ ലീഗ് ഗോളായിരുന്നു ഇത്. കളി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ ലഭിച്ച പെനാൽറ്റി ഒട്ടും പിഴക്കാതെ ലക്ഷ്യത്തിലെത്തിച്ച് എംബാപ്പെ റയലിന്റെ വിജയം സമ്പൂർണമാക്കി. വിനീഷ്യസ് ജൂനിയറിന്റെ മാന്ത്രിക നീക്കങ്ങളും എംബാപ്പയുടെ ക്ലിനിക്കൽ ഫിനിഷിംഗും റയൽ മുന്നേറ്റ നിരയെ എത്രത്തോളം അപകടകാരികളാക്കുന്നു എന്നതിന്റെ തെളിവായിരുന്നു ഈ മത്സരം. ഗോൾ നേടാനായില്ലെങ്കിലും വിനീഷ്യസ് നടത്തിയ ഓരോ നീക്കവും വിയ്യാറയൽ ഗോൾ മുഖത്ത് ഭീതി പടർത്തി. റയലിന്റെ ആക്രമണങ്ങൾ തടയാൻ വിയ്യാറയൽ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും യുവാൻ ഫോയിത്തിന്റെ പരിക്കും ജൊറാൾഡ് മൊറാനോക്ക് ലഭിച്ച സുവർണാവസരം തുലച്ചതും അവർക്ക് കനത്ത തിരിച്ചടിയായി മാറി. 4ാം സ്ഥാനത്തുള്ള വിയ്യാറയലിന് റയലിന്റെ കരുത്തിന് മുന്നിൽ പകച്ചു നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. തുടർച്ചയായ 3ാം ജയത്തോടെ ലീഗിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണ് ആൽബലോവും സംഘവും. ഈ ഫോം തുടരുകയാണെങ്കിൽ കിരീട പോരാട്ടത്തിൽ റയലിനെ തളക്കുക എന്നത് ബാഴ്സലോണ ഉൾപ്പെടെയുള്ള ടീമുകൾക്ക് വലിയ വെല്ലുവിളിയായി മാറാനും സാധ്യതയുണ്ട്.